ഹായ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് ചമ്മന്തിയാണ്. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ചെറിയ കൊഞ്ചാണ്. ഞാനിത് ആദ്യം അങ്ങനെ വാങ്ങിക്കത്തില്ല, ഇപ്പോൾ പോലെ വാങ്ങിക്കാറുണ്ട്. അടിപൊളി ഐറ്റം അത് കേട്ടോ, ഈ ചെറിയ കൊഞ്ച്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, പാത്രത്തിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം ഇതുപോലെ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇതിനകത്തെ വെള്ളമയമൊക്കെ അങ്ങ് മാറും. അത് കഴിയുമ്പോൾ നമ്മൾ ഒരു ചട്ടിക്കകത്തോട്ടിട്ട് ഇത് എണ്ണ ഒഴിക്കാതെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒരു 10 മിനിറ്റ് കൊണ്ട് 5-10 മിനിറ്റ് കൊണ്ട് നല്ല പോലെ ഇത് വറുത്ത് കിട്ടും. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള ചുമന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഫ്ലെയിമേലോട്ട് വെച്ചൊന്ന് ചുട്ടെടുക്കാം. കമ്പി ഉണ്ടെങ്കിൽ കമ്പിയെ കോർത്ത് വെച്ച് വിട്ടാലും മതി. പുളി എടുത്തിട്ടുണ്ട്, മുളക് എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി എടുത്തു. പുളി ഇട്ടു, ഉപ്പിട്ടു, പിന്നെ ഉള്ളി ഇട്ടു, മുളകിട്ടു. ഇതെല്ലാം കൂടെ മിക്സിക്കകത്തോട്ടിട്ട് ആദ്യം ഒന്ന് നല്ലപോലെ അരയ്ക്കണം. ഇത് വളരെ നന്നായിട്ട് അരയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഒത്തിരി അങ്ങ് പൊടിയണ്ട, ഇതുപോലെ ഒന്ന് പൊടിക്കണം. ഇനി നമ്മൾ ആവശ്യത്തിന് തേങ്ങ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അങ്ങ് അരഞ്ഞു പോരുത്, വേണ്ട, ഇതേമാതിരി ഒരു കൺസിസ്റ്റൻസിയിലേ ആവാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതേപോലെ വേണേലും എടുക്കാം. അതല്ല നമ്മളിങ്ങനെ സാധാരണ ചമ്മന്തി ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് പഴയയിൽ നമ്മൾ പഴമക്കാരൊക്കെ പറയാറ്. ഇങ്ങനെ എടുക്കണമെന്ന്, ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ നല്ല സ്റ്റൈലായിരിക്കും കാണാൻ. കറിവേപ്പില ഞാൻ വെച്ചരയ്ക്കാറില്ല, പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ട് കറിവേപ്പില വെച്ചരയ്ക്കാറില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി കൊഞ്ച് ചമ്മന്തി റെഡി.